അപ്പോൾ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഈ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവിക പരിപാലനയുടെ സംരക്ഷണമാണ്. ദൈവമാണ് വളർത്തുന്നത്, ദൈവമാണ് പരിപാലിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ രക്ഷിച്ച ഈ ദൈവത്തിന് നമ്മളെ വിശുദ്ധീകരിച്ച് പരിപാലിച്ച് വളർത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നവരാകണം. അത് പഴയ നിയമത്തിലെ കൽപ്പനയല്ലേ എന്ന് പറഞ്ഞ് കുറേ പേര് തള്ളിക്കളയാ. പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിലെത്തി പുതിയ നിയമത്തിൽ ജീവിക്കണം. അപ്പോൾ ഈ മൂന്നാമത്തെ കൽപ്പനയുടെ ഇമ്പോർട്ടൻസ്, കർത്താവിൻ്റെ ദിവസം, സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആദ്യത്തെ 2 കൽപ്പനകൾ ഇങ്ങനെ അടിത്തറയായിട്ട്, ഒരു ബേസായിട്ട്, ഫൗണ്ടേഷനായിട്ട് വെച്ചിട്ട് അതിന്മേൽ പണിതുയർത്തപ്പെടാൻ തുടങ്ങുകയാണ് നമ്മൾ.